ഇനി നീ എന്നെ അമ്മേന്ന് വിളിച്ചു പോകരുത്. നീ എന്റെ മരുമോളാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. നീ എന്നെ അമ്മേന്ന് വിളിച്ചാ നിന്റെ ചെകിടത്തടിക്കും ഞാൻ. ഇനി നീ എന്റെ വീട്ടിൽ കാലുകുത്തി പോകരുത്, വന്നു പോകരുത് അങ്ങോട്ട്. നീ നിന്റെ മോളെ ഇനി നിന്റെ കൂടെ താമസിപ്പിക്കുക, എന്റെ വീട്ടിലേക്ക് വിടരുത്. ഇനി നിന്റെ മോളെ എന്റെ വീട്ടിൽ കയറ്റില്ല. ചന്ദ്രമതി, ഇങ്ങനെ ഞങ്ങളെ വാക്കുകൾ കൊണ്ട് കൊല്ലക്കൊല ചെയ്യരുത്. ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം. ക്ഷമ ചോദിച്ചാൽ ഞാൻ ഇവനെ വെറുതെ വിടുന്നു കരുതിയോ? ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. നിന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ ഞാൻ. എന്തായത്? വിടാനല്ലേ പറഞ്ഞേ? നിങ്ങൾ ആരേതൊക്കെ ചോദിക്കാൻ? ഞങ്ങൾ അയൽവക്കക്കാരാ. നിങ്ങൾ കുറെ നേരമല്ലേ ഇവിടെ കിടന്ന് അക്രമം കാണിക്കാൻ തുടങ്ങിട്ട്? നിങ്ങളുടെ കാശ് ആരെങ്കിലും മോഷ്ടിച്ചാ നിങ്ങൾ അവരെ വെറുതെ വിടുവോ? അതിന് കുടുംബത്തിൽ കയറി വന്ന് അക്രമം കാണിക്കാനാണ് വേണ്ടത്. ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. അത് പറയാൻ നീ ആരാ? ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ ജീവിക്കുന്നവരാ. ഈ കുടുംബത്തിൽ കയറി വന്ന് ബഹളം വെക്കാനേ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവനെ കൊണ്ടുപോകാനും സമ്മതിക്കില്ല. ശരി, വേണ്ട. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. വാ ശ്രുതി. ഞാൻ പറയട്ടെ ശ്രുതി, ഇനി പറയാനില്ല. ഇന്നലെയാണ് നമ്മളിത് ജീവിച്ചിരിക്കുന്നത്. എല്ലാവരും നീ ഞങ്ങൾ കൊന്നേക്കണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ചെയ്യും. ശരത്തെ, അവര് പറഞ്ഞ കാര്യമാണെങ്കിൽ നീ ചെയ്തത് വളരെ മോശമായി പോയി. തീരെ പ്രതീക്ഷിച്ചില്ല. നീ വേദനിപ്പിച്ചത് നിന്റെ അമ്മയാ. ഇതൊന്നും കാണാതെ കേൾക്കാതെ നിൽക്കാതെ എന്നെ വിട്ട് പോയില്ല. അവനെ ഓർത്ത് ഞങ്ങൾക്ക് അറിയാത്ത ദിവസങ്ങളില്ല. ഞാനും വരിക നിങ്ങളുടെ അടുത്തേക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? കുടുംബത്തിന്റെ മാനവും മര്യാദയും ഒക്കെ പോയില്ല. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിക്കുന്നതാ നല്ലത്. അമ്മ അങ്ങനൊന്നും പറയില്ലേ. പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഇവൻ കാരണം രേവതി മോളുടെ ജീവിതം തുടങ്ങില്ലേ? ഇനി ഇവിടെ വീട്ടിൽ കയറി പോകരുതെന്ന് പറഞ്ഞിട്ടല്ലേ ചന്ദ്രമതി പോയത്? അമ്മേ, ഞാൻ പോയി വേണമെങ്കിൽ അവരോട് സംസാരിക്കാം. എന്ത് സംസാരിക്കാനാടാ? മോഷിച്ചെന്നോ? ഒരു തവണ നീ ബൈക്ക് മോഷിച്ചതാ നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയത്. ഇപ്പൊ നീ വീണ്ടും മോഷിച്ചു. നീ ഒരു പാഠം പഠിക്കുന്നില്ലല്ലോടാ. എങ്ങനെയാണ് ഇതിന് തോന്നിയത്? ചേച്ചി, സോറി ചേച്ചി, ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ നീ മോഷ്ടിച്ചേ? അവരുടെ വീട്ടിൽ പോയപ്പോ അവരുടെ കാശ് ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ചെയ്യാത്ത തെറ്റിന് എന്നെ അപമാനിച്ചു. കള്ളൻ എന്ന് വിളിച്ച് എന്നെ തല്ലി. ആ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചെയ്ത തെറ്റ് ന്യായീകരിക്കാനോടാ? എന്തൊക്കെയായാലും നീ മോഷിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ദേഷ്യത്തിൽ ചെയ്തു പോയതാ. വേറെ ആരിൽ നിന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് സത്യം ചേച്ചി, സത്യമാണ് ചേച്ചി, സത്യം. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത തെറ്റ് തന്നെയാ. ദേഷ്യം തീർക്കാൻ കാശ് മോഷ്ടിക്കാണോ വേണ്ടത്? എവിടെ കിട്ടിയാണോ നിനക്ക് ധൈര്യം? ധൈര്യം കൊടുത്തത് ആന്റണി, അല്ലാതെ ആരാ? ആ വീഡിയോയിലെ മുഖം മറിച്ച് നിന്റെ കൂടെ ഉള്ളത് ആന്റണി അല്ലേ? അതെ, അവനാ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അവന്റെ കൂടെ കൂടരുത് നിന്നോട് പറഞ്ഞതല്ലടാ ഞാൻ. നീ കേട്ടടാ എന്നിട്ട്. ഇപ്പൊ നീ അവന്റെ കൂടെ കൂടാത്തതുകൊണ്ടായിരിക്കും അവൻ ഈ വീഡിയോ പുറത്തു വിട്ടത്. അല്ല, പുറത്തു വിട്ടത് അവന്റെ ഫോണിലുള്ള വീഡിയോ അല്ല, സച്ചേട്ടന്റെ ഫോണിലുള്ള വീഡിയോ. എന്താ നീ പറഞ്ഞ? സച്ചിന്റെ ഫോണിലുള്ള വീഡിയോ? അതെ ചേച്ചി, ഞാൻ കാശ് മോഷ്ടിച്ചത് സച്ചേട്ടന് നേരത്തെ അറിയാം. സച്ചിക്ക് അറിയായിരുന്നു? അറിയായിരുന്നു, അതുകൊണ്ടാ സച്ചേട്ടൻ എന്റെ കൈ പിടിച്ചത്. സത്യമാണോ നീ പറയുന്നത്? അതെ, ഞാൻ ബൈക്കിൽ നിന്ന് വീഴുന്ന വീട്ടിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾ അടിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രേവതി ചേച്ചി അത് അറിഞ്ഞാ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയാലോ. സത്യം ഞാനും വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ ഒരു കൈ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അറിഞ്ഞാ നിന്റെ ചേച്ചിന്റെ കഴുത്തിന് പിടിക്കും. നീ ജീവനോടെ കാണില്ല. നാട്ടുകാർ പറഞ്ഞ നിന്റെ അമ്മയ്ക്കും ചേച്ചിമാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അപമാനം താങ്ങാൻ പറ്റുമോ അവർക്ക്? നീ ചെയ്ത കാര്യം പറയാനായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ പോയതാ. അമ്മയെ അനിയത്തൊക്കെ നിന്നെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് പറയാൻ തോന്നിയില്ല. എന്നെ ഒരു സ്വന്തം മകനെ പോലെ കരുതുന്നത്. അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. അമ്മേ, ഞാൻ കാശ് മോഷ്ടിച്ച കാര്യം സച്ചേട്ടൻ ആരോടും പറഞ്ഞിട്ടില്ല. അന്ന് നിന്നെ കൈ പിടിച്ച ദേഷ്യത്തിന് എന്തൊക്കെ ഞാൻ അവനെ പറഞ്ഞ് പേരാരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിച്ചാണ്. പക്ഷെ എന്റെ സച്ചിമോൻ അത് ചെയ്തില്ല. എന്നിട്ടും ഞാൻ അവനെ നിന്നെ അടിച്ചതിന്റെ പേരില് ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞിരുന്നു, കുറ്റപ്പെടുത്തി പിണങ്ങിയിരുന്നു. എന്നിട്ട് പോലും നീ കാശ് മോഷ്ടിച്ച കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എനിക്കിത് താങ്ങാൻ പറ്റില്ല എന്ന്. എനിക്ക് വേണ്ടി ഇത്രയും കാലം അദ്ദേഹം എല്ലാം മനസ്സിൽ കൊണ്ട് നടന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. ഒന്നും അറിയാതെ നിനക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അറിയില്ല ചേച്ചി, ഈ കുടുംബത്തിന്റെ മാനം പോവാതിരിക്കാൻ വേണ്ടി സച്ചിൻ എല്ലാം മറച്ചു വെച്ചു. ഫോൺ കാണാതായപ്പോ സച്ചിന്റെ വല്ലാതെ ടെൻഷനിലായിരുന്നു അമ്മ. അത് ഫോൺ കാണാത്തതുകൊണ്ടല്ല, അതിൽ വീഡിയോ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴെനിക്ക് മനസ്സിലായേ. അവന്റെ മനസ്സ് പോലൊരു മനസ്സ് വേറെ ആർക്കും കാണില്ല. അവന്റെ അമ്മയുടെ കാശാ മോഷ്ടിച്ചത്. എന്നിട്ടും അത് നിന്നെ സംരക്ഷിച്ചു. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നിന്നെ ഇട്ടുകൊടുത്തില്ല. എന്നാ നീ അവരോട് കാണിച്ചതോ? ഞാൻ പോലും അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സിലാക്കിയില്ലല്ലോ ഈശ്വര. എന്തിനാണ് നീ ഞങ്ങളോട് ഇത് ചെയ്തത്? ഞങ്ങൾ മരിച്ച നിനക്ക് സന്തോഷാവോ? അമ്മ, എന്നോട് ക്ഷമിക്ക്. നീ കാരണം നിന്റെ അച്ഛൻ മരിച്ചത്. ഞങ്ങൾ കൂടി മരിച്ച സമാധാനാവോ നിനക്ക്? അങ്ങനൊന്നും പറയല്ലെന്ന്. തെറ്റ് പറ്റിപ്പോയതാ, ദേഷ്യത്തിൽ ചെയ്തു പോയതാ. ഇപ്പോഴല്ല മനസ്സിലായ ഞാൻ പോയ വഴി ശരിയല്ലായിരുന്നു. മനസ്സിലാക്കാൻ വൈകി പോയില്ലടാ. ചന്ദ്രമതി പറഞ്ഞത് കേട്ടില്ലേ? അവര് പോലീസ് പരാതി കൊടുക്കും, നിനക്ക് ജയിലിൽ പോകേണ്ടി വരും. ഇവളുടെ കൂടെ ജീവിതം നീ തോന്നിച്ചില്ലേടാ. ആ വീട്ടിലേക്ക് ഇനി ഇവക്ക് പോകാൻ പറ്റുമോ? എങ്ങനെ ജീവിച്ചവരാ? എല്ലാം നീ നശിപ്പിച്ചില്ലേടാ. അച്ഛാ, ഞാനിത് കണ്ടിട്ട് അതിശയിച്ചു പോയി. എന്നാലും ഈ ചെറുപ്രായത്തിൽ ഇവരെ സമ്മതിക്കണം. അന്നേ
രേവതിയുടെ അനിയും വീട്ടിൽ വന്നപ്പോ അവനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്കിൾ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിരുന്നെന്ന് അങ്കിൾ ഇപ്പൊ തോന്നുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ബന്ധം വേണ്ടാന്ന്. നിങ്ങളത് കേട്ടോ? നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് എന്റെ വായടച്ചു. ഇപ്പൊ നിങ്ങളുടെ പുന്നാര മരുമകളുടെ അനിയൻ ചെയ്ത പണി കാരണം നിങ്ങളുടെ വായടഞ്ഞല്ലേ? എങ്ങനെയൊക്കെയോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. നവീൻദാസിന്റെ ശല്യം ഇനി ഉണ്ടാവില്ല. രേവതി വെളിയിലായി, സച്ചിയും വെളിയിൽ പോയി. എനിക്കിനി ടെൻഷൻ ഇല്ല, റിലാക്സ് ആയി. ആന്റി ഇതൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തരട്ടെ? കഴിക്കാൻ മനസ്സ് വരണ്ടേ ശ്രുതി? ആ വീഡിയോ ലോകം മുഴുവനും കഴിച്ചു. മോഷ്ടാക്കളുടെ കുടുംബത്തിൽ നിന്ന് എന്തിനാ പെണ്ണു കൊണ്ടുവന്നേ? മോൻ അവളെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് തുടങ്ങി 100 കൂട്ടം ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നത്. കള്ളന്റെ ചേച്ചി എന്റെ മരുമോള്, അവള് എന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നു. എന്റെ മാനം പോയില്ലേ? അങ്കിൾ വിശക്കുന്നില്ല, ഞാൻ കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, മൊത്തമായിട്ട് കിട്ടിയില്ലേ? ആ വിഷയം അറിഞ്ഞപ്പോ തന്നെ മനസ്സും വയറും നിറഞ്ഞു. നിങ്ങളാരും കഴിക്കുന്നില്ല, പിന്നെ ഞാനും കഴിക്കുന്നില്ല. അയ്യോ സമയത്രേ എനിക്ക് വിശക്കുന്നു. വരുന്നുണ്ട് കള്ളന്റെ അളിയൻ. വന്നു. അച്ഛവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ കരുതി പുറത്തു പോയി കാണും. വരാൻ കുറച്ച് വൈകിയല്ലേ? നല്ല യാത്ര ഉണ്ടായിരുന്നു. അച്ഛാ എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വന്നേ? അവിടെ എത്തിയപ്പോഴേക്കും മൊത്തം പരിചയക്കാര്. ഓട്ടം വിളിച്ചവരെ നിർബന്ധിച്ചപ്പോ ഞാനും അത് കയറി. ദേ അവിടുത്തെ പ്രസാദം ഇത് കഴിക്കച്ചാ. ദേ ഉണ്ണിയപ്പാ എടുക്ക്. അച്ഛാ എന്ത് ചോദിച്ചാ? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാൻ? എന്ത് പറ്റിയ പോലും. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? സുധി നിനക്ക് ഇഷ്ടമല്ലേ ഉണ്ണിയപ്പം? കഴിക്കണ. എന്താടാ പ്രസാദം മാത്രമേ ഉള്ളോ? ഭാര്യയ്ക്ക് കൊടുക്കാൻ ഹൽവ വാങ്ങിച്ചില്ലേ? ഞാൻ ഒന്ന് കേറിയതുള്ളൂ, അവിടത്തേക്ക് തുടങ്ങാല്ലേ? ദേവതേ അച്ഛാ, ദേവത ഇവിടെ ഇല്ലേ? അവിടെ പൂ കെട്ടാൻ പോയോ? ഈ സമയത്ത് വരണ്ടാണല്ലോ. ആ വിഷയം അറിഞ്ഞില്ലേ? എന്താ അച്ഛാ ദേവതയ്ക്ക് എന്തെങ്കിലും എന്ത് പറ്റി? പറയച്ചാ. അവൾക്ക് എന്ത് പറ്റാനാ? പറ്റുന്നൊക്കെ മറ്റുള്ളവർക്കല്ലേ? അമ്മേ ഇവൻ ഒന്നും അറിയാത്ത ഭാവത്തില് നന്നായിട്ട് ആക്ട് ചെയ്യുക. അവൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്ത് വീഡിയോ? ഞാനൊരു വീഡിയോ കണ്ടില്ല. എന്താ നിന്റെ ഫോണിൽ മാത്രം ആ വീഡിയോ ഇല്ലേ? ബാക്കി എല്ലാവരുടെ ഫോണിലും ആ വീഡിയോ ഉണ്ടല്ലോ. എടാ എന്റെ ഫോൺ കാണാനില്ലെന്ന് പറഞ്ഞില്ലേ? അത് കളഞ്ഞുപോയി. ഇപ്പൊ എന്റെ കയ്യിലും ഇല്ല. ഓ അപ്പൊ അതാണ് നീ കാണാതിരുന്നത്. എടാ ഇവിടെ ഞാൻ അഭിനയിച്ച ചില സിനിമകളൊക്കെ നീ കൊണ്ടുവന്ന് കാണിച്ചില്ലേ? ഇവിടെ നിന്റെ ഭാര്യ വീട്ടുകാരെ കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് ഫിലിം ഞാൻ കാണിച്ചു. കണ്ടല്ലോ, നിന്റെ അളിയന്റെ ലീലാവിലാസം കണ്ടല്ലോ. നമ്മുടെ അമ്മയുടെ കാശാവ് മോഷ്ടിച്ചത്. സുദീപ് ഈ വീഡിയോ നിനക്ക് എങ്ങനെ കിട്ടി? നിനക്ക് ആരാഴ്ചന്ന്? എടാ ഇതിപ്പോ ഇവിടെ എല്ലാവരുടെ ഫോണിലും ഉണ്ട്. സോഷ്യൽ മീഡിയയിലെ ഈ വീഡിയോ ട്രെൻഡിങ് നമ്പർ 1. അറിഞ്ഞു കാണും. ആരെയും ഭാര്യ വീട്ടുകാരെയും തലയിൽ കയറ്റി വെച്ച് ആടാറുണ്ടല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു? നിന്റെ ഭാര്യയുടെ അനിയനെ എന്റെ കാശ് മോഷ്ടിച്ചത്. പേരും കള്ളൻ. ആ കുടുംബത്തിലെ എല്ലാവരും അവനെ പോലെ തന്നെ. നാണം കെട്ട വർഗം. വലിയ ന്യായം പറയുന്നവനല്ലേ? തെറ്റ് പൊറുക്കില്ല. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാ അവരെ അടിക്കും. ഇപ്പൊ എന്ത് പറയുന്നു? ഒന്നുമില്ല നിനക്ക് പറയാൻ. ഇപ്പൊ നിന്റെ കൈ തരിക്കുന്നില്ലേ? മനസ്സച്ചി ദേവതയുടെ കുടുംബത്തിലാണെങ്കിലും ഞാൻ അവൻ എന്റെ സ്വന്തം മകനെ പോലെ കരുതിയിരുന്നേ. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം തെറ്റെല്ലാം തിരുത്തിയിട്ട് അവൻ നല്ലവനായെന്ന് ഞാൻ കരുതി. പക്ഷെ അവൻ മാറിയിട്ടില്ല. എന്റെ അമ്മയുടെ കാശ് മോഷ്ടിച്ചു. ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്ന, പക്ഷെ അവൾക്ക് കൊടുക്കാൻ എനിക്ക് മറുപടിയില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധം വന്നല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. സന്തോഷം. എവിടെ? അവൾ അവളുടെ വീട്ടിലുണ്ട്. അവിടെ നിന്ന് എവിടെ പോകുന്നു? എവിടെ കൂട്ടിക്കൊണ്ടുവരാൻ? നീ അവിടെ ചെന്ന് അവളെ കാണുന്നതിലും സംസാരിക്കുന്നതിലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാനാ പോകുന്നെങ്കിൽ അത് വേണ്ട. അവൾ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നോ? അവൾ എന്റെ ഭാര്യ, ഈ വീട്ടിലെ മരുമോളാ. അവൾ ഈ വീട്ടിൽ വന്നിരിക്കും. വേണമെങ്കിലേ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞോ. ഈ വീട്ടിലെ മരുമോളാണെന്ന് പറയണ്ട. അവള് ഈ വീട്ടിൽ വരരുത്. എന്തുകൊണ്ട് വരരുത്? എന്താ കാരണം? എന്താ കാരണം എന്ന് ഞാൻ പറയണം? നീ ആ വീഡിയോ കണ്ടില്ലേ? ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നുള്ള പെണ്ണ് ഈ വീട്ടിൽ കഴിയുന്നത് എനിക്ക് എന്റെ കുടുംബത്തിന് ഇഷ്ടമല്ല. അമ്മേ വേണ്ട. ആ വീഡിയോ കണ്ടപ്പോ ആ കള്ളനെ കൊല്ലാനാ എനിക്ക് തോന്നിയത്. അവന്റെ വീട്ടിൽ ചെന്ന് അടി കൊടുത്തു ഞാൻ അവന്. അടിച്ചെന്നോ? എന്തിനാ വീട്ടിൽ പോയ? എന്തിനാ ചെയ്തേ? അല്ല ഇനി അവൻ ചെയ്ത കാര്യത്തിന് അമ്മ അവാർഡ് കൊടുക്കണം. അവന്റെ ചേച്ചി, അതായത് നിന്റെ ഭാര്യ, ഇനി അവിടെ നിൽക്കും. അവൾക്കും അതാ സൗകര്യം. സംഘം ചേർന്ന് മോഷ്ടിക്കാൻ പോവാലോ. അവളെ ഞാൻ ഇനി ഈ വീട്ടിൽ കയറ്റില്ല. അത് പറയും നിങ്ങളാരാ? ഇതേ എന്റെ വീടാ. ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ഏത് സത്യയുടെ ഭാര്യയാണെങ്കിൽ ഈ വീട്ടിൽ താമസിച്ചിരിക്കും. ആരെ എതിർക്കുന്ന നീ? എനിക്കിത് കാണണം. നീ കൂട്ടിട്ട് വാടാ. ഈ ജന്മം ഞാൻ അവളെ ഈ വീട്ടിൽ കയറ്റില്ല.